ബെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ പേരൻറ്റിങ് ഞാൻ ബെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ജോലികൾ ഞാൻ ബെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഞാൻ തന്നെ 10-ൽ 10ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയും എല്ലാ സമയത്തും 10-ൽ 10 ആവണമെന്നില്ല. ചില സമയത്ത് നമ്മുടെ എനർജി എന്ത് ചെയ്യും, കുറച്ച് കൂടുതലുണ്ടാവും, ചില സമയത്ത് എനർജി കുറവായിരിക്കും. അത് എല്ലാ മനുഷ്യരിലും ഇപ്പോൾ വിജയിച്ചിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ ആളുകളിലും എപ്പോഴും 10-ൽ 10 ആവില്ല. എല്ലാവരിലും ഏറ്റക്കുറച്ചിലുകൾ വരും, അത് കുറയും കൂടും. പക്ഷേ ഈ ഒരു കുറയുന്ന സമയത്ത് ഇപ്പൊ 10-ൽ 7 10-ൽ 6 ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ കുറച്ച് ഓക്കെ അല്ല. ഇതിനെ ആരെ ഇനി ഓക്കെ ആക്കുന്നത്? പുറത്തുനിന്ന് ആരെങ്കിലും വരും? ആരും വരൂല. നമ്മളുടെ എനർജി വീക്ക് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എനർജി താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഏത് ഇമോഷൻസിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫിയറിലാണ്, ഗിൽറ്റിലാണ്, അല്ലെങ്കിൽ അസൂയയിലാണ്, ഇങ്ങനത്തെ പല അസുഖങ്ങളുണ്ടല്ലോ. ഈ അസുഖങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എനർജി വളരെ ലോ ആയിരിക്കും. നമ്മൾ കമ്പാരിസണിലാണ്, ഇല്ലെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ എനർജി വളരെ ലോ ആയിരിക്കും, നമ്മുടെ ഉള്ളിൽ ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക, ഞാൻ ഇന്ന ഇമോഷനിലാണ്, ഇതിൽ നിന്ന് എന്നെ ബെസ്റ്റ് ആക്കാൻ, എൻ്റെ എനർജി ഹൈ ആക്കാൻ വേറെ ഒരാളും വരൂല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഇത് ഹൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ട ആരാ? ഞാൻ തന്നെയാണ് അതിൻ്റെ എഫേർട്ട് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വെച്ചാൽ നമ്മുടെ വൈബ്രേഷൻ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ വേൾഡും നമ്മുടെ ഔട്ടർ വേൾഡും, അതായത് നമ്മുടെ ഉള്ളിലെ ലോകവും പുറത്തെ ലോകവും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. മറ്റുള്ളവരുടെ മൈൻഡുകൾ തമ്മിലാണെങ്കിലും നമ്മുടെ ഉള്ളും നമ്മുടെ പുറവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനും എല്ലാത്തിനും പറ്റും. നമുക്ക് ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, നമുക്ക് ഫിയർ ആണ്, നമുക്ക് ആൻസൈറ്റി ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബെസ്റ്റായിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനോ ഒന്നിനും പറ്റില്ല. എൻ്റെ ആ ഉള്ളിലുള്ള വൈബ്രേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഫിയർ എന്ന വൈബ്രേഷൻ, ആ ഫിയർ എന്ന വൈബ്രേഷൻ മറ്റുള്ളവരിലേക്ക് അതെന്ത് ചെയ്യും, അത് നമ്മൾ പോലും ആദ്യം കണക്ട് ചെയ്യുന്നത് ഈ വൈബ്രേഷൻ ആയിരിക്കും. ഏത് വൈബ്രേഷൻ ആണോ നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ അവരുമായിട്ട് ആദ്യം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഈ നായ, ഈ നായ, നമുക്ക് നല്ല ഫിയർ ഉണ്ടെങ്കിൽ അതിന്, നമ്മൾ നേരെ മറിച്ച് നല്ല ധൈര്യത്തിലാണെങ്കിൽ എന്തായിരിക്കും, ആ ഒരു നായ്ക്ക് അവിടെ അവർക്ക് തന്നെ ഒരു പേടി തോന്നും. ഇപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ കാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്ത് ഈ ഈ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ സഹായിച്ചതായിട്ടൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് നമുക്കറിയാം, അവർക്ക് ഒന്നിനെ പേടിയില്ല എന്നുള്ളത്, അവർക്ക് ഭയങ്കര തവക്കുലായിരിക്കും. അപ്പൊ ഈ തവക്കുലുള്ള, ഒന്നിനെ പേടിയില്ല, അല്ലാത്ത വേറെ ഒന്നിനെ പേടിയില്ലാത്ത ഈ ഔലിയാക്കളൊക്കെ അവരെ കാണുമ്പോൾ മൃഗങ്ങൾക്ക് ഒരു ഇതാണ്, അത് അവർക്ക് മൃഗങ്ങൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ഫ്രീക്വൻസി ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ചില സമയത്ത് ഭയങ്കര എന്താ ഇതിപ്പോ എന്താവും എങ്ങനെയാവും എന്നൊക്കെ, അല്ലെങ്കിൽ നല്ല ടെൻഷനിലോ ഇല്ലെങ്കിൽ നല്ല കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളും അതേപോലെ ഭയങ്കര വാശിയായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനും പ്രയാസമായിരിക്കും. ഇപ്പൊ എന്താന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നേരെ മറിച്ച് നമ്മൾ നല്ല ഓക്കെ ആണെങ്കിൽ എന്തായിരിക്കും, അവരിലേക്കും ആ ഒരു എനർജി കിട്ടും. ഇപ്പൊ നമ്മുടെ രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല, ഇപ്പൊ അവധിക്കാലമൊക്കെ ആയാലോ, അപ്പൊ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ ഈ വഴക്കിന്റെ സമയത്ത് നമ്മൾ എന്ത് കഷ്ടം, ഏത് നേരം ഈ വഴക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദേഷ്യമായിരിക്കും രണ്ട് കുട്ടികളിലും എഫക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ദേഷ്യത്തോടു കൂടി വരുമ്പോൾ നമ്മളും എന്ത് ചെയ്യും, തല്ലിപ്പോവും. അവരിലും ആ ഒരു വൂണ്ടായിട്ടായിരിക്കും അവിടെ കിടക്കുക. നേരെ മറിച്ച് ഈ ഒരു സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ കാം ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും കുറച്ച് കാമായിട്ട് മാറും. പിന്നെ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് കാമായിട്ടൊന്ന് കേട്ടിരിക്കാൻ പറ്റിയാൽ അതിന് നമുക്ക് കാമായിട്ടുള്ള ഒരു സൊല്യൂഷനും കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇമോഷണലി ഭയങ്കര എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ ആ ഒരു സൊല്യൂഷന് പുറമെ ചിലപ്പോൾ ഒരു അടിയായിരിക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള എനർജിയും പുറത്തുള്ള എനർജിയും, ആ ഒരു വൈബ്രേഷനും പുറത്തുള്ള വൈബ്രേഷനും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്താ പറയാ, നമ്മൾ മാറിയാലും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ മാറും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ഒരിക്കലും മറ്റുള്ള ആളുകൾ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ നമുക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. അതിന്റെ ചരിത്രങ്ങളിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, എത്രത്തോളം നീചമായിട്ടുള്ള ഒരു രീതിയിൽ നിന്നാണ്
അത്ര സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശതുല്യമായ നക്ഷത്രതുല്യരായ ആ ഒരു ഖുലഫാ റാഷിദീങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഖലീഫ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം വിചാരിച്ച് നമ്മളിൽ പണിയെടുത്താൽ നമുക്ക് പറ്റും. നേരെ മറിച്ച് ഓ ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാനിപ്പോൾ 100% ഓക്കെ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടാസ്ക് ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മളിൽ മാറ്റം വരുത്താൻ പറ്റുക അത് കുറച്ച് സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ തീർത്തും സിമ്പിൾ അല്ല, ഒരുപാട് വർക്ക് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നല്ല ഗിൽറ്റും ഫിയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ എനർജി വൈബ്രേഷൻ ഒക്കെ അത്രയും ലോ ആയിരിക്കും. നമുക്ക് പാസ്റ്റ് ആയിട്ടുള്ള വൂണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോയപ്പോൾ നമുക്ക് പറ്റാതിരുന്ന ഒരു ഫിയർ ആയിരിക്കും നമ്മളിൽ അത്രയും വൂണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ഈ ഒരു സമയത്തും നമുക്ക് ഈ ഫിയർ കാര്യങ്ങളൊക്കെ തരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത സമയത്ത് ഇയാൾ എന്ത് ചെയ്ത് അതിൽ ഫെയിൽ ആയെന്ന് വിചാരിക്കുക. ഈ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ഒരാൾക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഫെയിൽ ആയി, അപ്പൊ അതിലൊരു വിഷമം ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരാൾ ഇനി നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോകുമ്പോഴും അന്ന് ഫെയിൽ ആയതുപോലെ ഇന്നും ഫെയിൽ ആവുമോ, ആ ഒരു ഫെയിലിയറിനെ കുറിച്ചുള്ള ഒരു ഫിയർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫിയർ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ പാസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള വൂണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇതുപോലെ സെഷൻസ് കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഇതുപോലുള്ള വൂണ്ടുകൾ കാര്യങ്ങളൊക്കെ. കാരണം ഒന്നില്ലെങ്കിൽ അവർ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ കുട്ടികൾക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങളിലാണ്. കാരണം ഒരു സ്ത്രീ ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ വീടിനോടും അവരുടെ കുട്ടികളോടുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ഇമോഷൻസും അവരിലുള്ള ട്രിഗേഴ്സും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ കുട്ടികളുടെ അവരുടെ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവരുടെ പുതിയൊരു തലമുറ ഏറ്റവും ബെസ്റ്റ് ആവാനോ ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ഏറ്റവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവരെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഓരോ സെഷൻസിലൂടെയും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു അവയർനെസ്സിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വൂൺസ് ഒക്കെ എന്ത് ചെയ്യും, ക്ലിയർ ആയി ഹീലായി പോകും. പക്ഷേ ഞാൻ പറയുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ചില ആളുകളൊക്കെ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട്, അവർക്ക് തരുന്ന ടാസ്കുകൾ ഉണ്ടാവും. ഈ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. ഇപ്പോൾ ഒരു വണ്ടി, ആ ഒരു വണ്ടി വർക്ക്ഷോപ്പിലായി, അപ്പോൾ അതിൻ്റെ ഇന്ന പാർട്സിനൊക്കെയാണ് കംപ്ലൈൻറ്റ്, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി അങ്ങോട്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് മെയിനായിട്ട് ഇവിടെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്താൽ മാത്രമാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന രീതിയിലൊക്കെ എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്ന് കരുതിയിട്ട് ആ ഒരു രീതിയിൽ പോയിട്ട് ഏറ്റവും എന്താ പറയുക, ഏറ്റവും കഷ്ടമുള്ള രീതിയിൽ പിന്നെ നമുക്കത് റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ നമ്മളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തരുന്ന ഒരു ചെറിയ ചെറിയ സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ സൊല്യൂഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, റിപ്പയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നർ വേൾഡിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ പുറത്ത് നടക്കുന്നത്. എനിക്ക് ഈ ഒരു സംഭവം ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുമായിരുന്നു. കാരണം നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും എന്താണ് നമ്മുടെ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു കാര്യത്തിന്റെ റിഫ്ലക്ഷൻ ആണ് പുറത്ത് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അത്രയും നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യും. പലതരത്തിലുള്ള ഹെവി ആയിട്ടുള്ള നമുക്ക് തന്നെ ഈ നടക്കുന്ന എൻ്റെ ജീവിതം ഇങ്ങനെയെന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. പല അനുഭവങ്ങളും നമ്മൾ ഒരുപാട് പേടിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കും, നമ്മളെ ദേഷ്യത്തിലാക്കുന്ന പല എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ ചുറ്റുമുള്ള കുറച്ച് പല എക്സ്പീരിയൻസ് എന്തായിരിക്കും, നമ്മളെ ഫിയർ ആക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് തോന്നും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നും ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ഉള്ളിലെ റിഫ്ലക്ഷൻ ആണ് ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ ഇതൊക്കെ വരുന്നത്, അപ്പൊ ഞാൻ അത്രയും ബാഡാണോ എന്നുള്ള രീതിയിൽ ഒരു ഗിൽറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതും പറ്റ സീറോ ലെവലിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ആ സീറോയിന്റെ മൈനസ് ലെവലിൽ നിന്നിട്ടുള്ള സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കിയിട്ടുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഈ ഒരു കാര്യം ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ റിഫ്ലക്ഷനാണ് പുറത്ത്. അല്ലെങ്കിൽ വാട്ട് വി ഗീവ് ഔട്ട് വി ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. ആ ഒരു മനസ്സിനെ ഞാൻ നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ പുറത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എൻ്റെ ഉള്ളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ അത്രയും ബാഡ് ആണോ എന്നുള്ള രീതിയിൽ ഒരുപാട് ഗിൽറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു അവഗണനയും ഒരു സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അത് ഫീൽ ചെയ്യുന്നത്. ഈ റിഗ്രഷനും ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ തന്നെ നമുക്ക് വിലയില്ലാതെ ആക്കിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളൊരു ഞാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കും. ഇപ്പൊ 10ൽ എത്രയാണ് നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ 10ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം വാല്യൂ, എത്രത്തോളം പരിഗണന നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. പരിഗണന മീൻസ് നമ്മൾക്ക് കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട്. ഈ മൂല്യം ആണ് എന്ത് ചെയ്യുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുള്ളൂ. എത്ര മൂല്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു മൂല്യം മാത്രമേ നമുക്ക് തിരിച്ചിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ നമുക്ക് മൂല്യം തരുന്നില്ല എന്ന്. ഇപ്പൊ ചാറ്റ് ബോക്സിൽ ഒരു 2 എന്നുള്ള കമന്റ് ഉണ്ട്. 10ൽ നമ്മൾ 2 മാർക്കാണ് നമുക്ക് കൊടുക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ഒരു 3 മാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ആ ഒരു 2 മാർക്ക് തന്നെ പുറത്തുനിന്ന് നമുക്ക് കിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ അത് 1 ചിലപ്പോൾ 0 ആയിട്ടും ചുരുങ്ങാം. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരു 10ൽ 10 കൊടുക്കുമ്പോൾ ആ ഒരു 10ൽ 10 തീർച്ചയായിട്ടും പുറത്തുനിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം പിന്നെ അതിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. നമുക്കൊരു 10ൽ 10 മാർക്കും കൊടുത്താൽ പുറത്തു നിന്നുള്ള ഒരു ആവശ്യവും നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാൻ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ ഞാൻ മക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഇപ്പൊ നമ്മൾ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഒരുപാട് കമന്റ്സ് കാര്യങ്ങൾ വരും. അങ്ങനെ ഇങ്ങനെ അത് ചെയ്തത് ശരിയാവില്ല, ഇങ്ങനെ ചെയ്തത് ശരിയാവില്ല. പക്ഷെ നമ്മൾക്ക് ഒരു 10ൽ 10 മാർക്ക് കൊടുക്കുന്ന ഒരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഞാൻ ചെയ്യുന്നത് ഓക്കെയാണ്, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻ്റെ കഴിവ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് മനസ്സിലാവുമ്പോൾ എനിക്ക് പുറത്തു നിന്ന് ഒരാളുടെയും അത് ഓക്കെ ആയിരുന്നില്ല ഒരു പ്രശംസയോ ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ ഉന്തിത്തരൽ പരിപാടി ഉണ്ടല്ലോ, നീ ചെയ്യ എന്നുള്ള അങ്ങനത്തെ ഒരു ആവശ്യം എനിക്ക് ഉണ്ടാവില്ല. എനിക്ക് ഒരു ആവശ്യമില്ലാതെ ഇതിൽ ഞാൻ തന്നെ എനിക്ക് ഓക്കെ ആണ്, ഇത് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ പേരന്റിങ് ഞാൻ ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ജോലികൾ ഞാൻ ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഞാൻ തന്നെ 10ൽ 10 എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയും എല്ലാ സമയത്തും 10ൽ 10 ആവണമെന്നില്ല. ചില സമയത്ത് നമ്മുടെ എനർജി എന്ത് ചെയ്യും, കുറച്ച് കൂടുതലുണ്ടാവും. ചില സമയത്ത് എനർജി കുറവായിരിക്കും. അത് എല്ലാ മനുഷ്യരിലും ഇപ്പൊ വിജയിച്ചിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ ആളുകളിലും എപ്പോഴും 10ൽ 10 ആവൂല. എല്ലാവരിലും ഏറ്റക്കുറച്ചിലുകൾ വരും, അത് കുറയും കൂടും. പക്ഷെ ഈ ഒരു കുറയുന്ന സമയത്ത് ഇപ്പൊ 10ൽ 7 10ൽ 6 ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ കുറച്ച് ഓക്കെ അല്ല. ഇതിനെ ആരെ ഇനി ഓക്കെ ആക്കുന്നത്? പുറത്തുനിന്ന് ആരെങ്കിലും വരും? ആരും വരൂല. നമ്മളുടെ എനർജി വീക്ക് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എനർജി താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഏത് ഇമോഷൻസിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫിയറിലാണ്, ഗിൽറ്റിലാണ്, അല്ലെങ്കിൽ അസൂയയിലാണ്. ഇങ്ങനത്തെ പല അസുഖങ്ങളുണ്ടല്ലോ. ഈ അസുഖങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എനർജി വളരെ ലോ ആയിരിക്കും. നമ്മൾ കമ്പാരിസണിലാണ്, ഇല്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ എനർജി വളരെ ലോ ആയിരിക്കും, നമ്മുടെ ഉള്ളിൽ ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക, ഞാൻ ഇന്ന ഇമോഷനിലാണ്, ഇതിന്ന് എന്നെ ബെസ്റ്റ് ആക്കാൻ, എൻ്റെ എനർജി ഹൈ ആക്കാൻ വേറെ ഒരാളും വരൂല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഇത് ഹൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ട ആരാ? ഞാൻ തന്നെയാണ് അതിന്റെ എഫേർട്ട് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾക്ക് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിട്ട്, എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. നമ്മളിങ്ങനെ ഇരിക്കുക, നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ കണ്ണിനെ കുറിച്ച്, എൻ്റെ എന്താ പറയാ, എൻ്റെ തൊലി, അതുപോലെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, എനിക്ക് കേൾക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഫീൽ ചെയ്തിട്ട് അതിങ്ങനെ എഴുതിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം. നമ്മുടെ എനർജി എന്ത് ചെയ്യും, അവിടെ കൂടും. നമ്മുടെ എനർജി അത്രത്തോളം അവിടെ റേസ് ആവും. കാരണം നമ്മളൊരു കൃതജ്ഞത, ഒരു നന്ദിയുള്ള ഒരു ഹൃദയത്തിലാണ്, അല്ലെ? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇൻ ശകർതും ലഅസീദന്നകും എന്നുള്ളത്. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നമുക്ക് വീണ്ടും തരും, ഐ വിൽ ഗിവ് യു മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവത്തിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എനർജി എന്ത് ചെയ്യും, അവിടെ റൈസ് ആവും.
അപ്പോൾ എന്ത് ചെയ്യുക, അതൊരു ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അവിടെ ഒന്നും ഒരു വൂണ്ടിലും പോയിട്ട് ടച്ച് ചെയ്യേണ്ട, ഒരു മുറിവിലും പോയിട്ട് ടച്ച് ചെയ്യേണ്ട, വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് അതിങ്ങനെ എഴുതുക. അതിങ്ങനെ എഴുതി എഴുതി അതിലിങ്ങനെ സന്തോഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എനർജി റേസ് ആക്കാനും പറ്റും. അതിന് നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ചെറിയൊരു എഫേർട്ട്. എന്നെ ഈ ഒരു എന്താ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഗിൽറ്റിലും റിഗ്രറ്റിലും ഇല്ലെങ്കിൽ അസൂയ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പാരിസൺ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുഴി കുഴിച്ച് ചിലപ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് വരെ കുഴി കുഴിച്ചിട്ട് നമ്മൾ മൈനസിന്റെ താഴെയുള്ള ആ ഒരു സ്റ്റേറ്റിലൊക്കെ പോയിട്ട് അത്രയും വാല്യൂ കൊടുക്കാത്ത രീതിയിലേക്കൊക്കെ നമ്മൾ ആയിപ്പോവും. അത്രയും സെൽഫ് ലവ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ആയിപ്പോവും. ഈ ഒരു സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ ഇമോഷൻസ് ഈ ഒരു രീതിയിലാണ്, അപ്പൊ അതിനെ ബെസ്റ്റ് ആക്കാനുള്ള എഫേർട്ട് എടുക്കേണ്ടത് ഞാൻ മാത്രമാണ് എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടായിട്ട്, ആ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എനർജി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. അപ്പൊ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു സെൽഫ് ലവ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ മുഖം, നമുക്കിപ്പോൾ ഈ ചിക്കൻ ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തൊക്കെ ഒരുപാട് പുള്ളിക്കുത്തും പാണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ ഉണക്കണ്ടേ, അതൊക്കെ മാറ്റണ്ടേ. ഈ സംഭവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ. സാധാരണ മനുഷ്യർ എന്ത് ചെയ്യും, അവരുടെ ബാഹ്യമായിട്ടുള്ള ബോഡി, അതിൽ വരുന്ന ഒരുപാട് എന്തെങ്കിലും പുള്ളിക്കുത്തോ പാണ്ടോ അല്ലെങ്കിൽ മുഖക്കുരോ ഈ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും, കാരണം അവരുടെ ബാഹ്യതലമാണ്. പക്ഷെ നമ്മുടെ ആന്തരിക തലത്തിലുള്ള ഈ ഫിയർ, ഈ സംഭവങ്ങളൊക്കെ, ഈ കമ്പാരിസൺ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ എനർജി ലോ ആയിട്ട് നമ്മുടെ മുഖം തന്നെ, നമ്മുടെ ഫേസ് തന്നെ ഒരു ഗ്ലോ ഉണ്ടാവില്ല. കാരണം അതങ്ങനെയാണ്, നമ്മുടെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ മുഖത്ത് കൂടി കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ മറ്റുള്ള ഒരാളുടെ അടുത്ത് നല്ല ദേഷ്യത്തിലാണെങ്കിൽ നമ്മുടെ മുഖം അത്രത്തോളം ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു മുഴച്ച രീതിയിലായിരിക്കും കാണുക. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ ആണ് എന്ത് പുറത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബിഹേവിയർ നന്നാവാന്, ഈ ഫേസിന്റെ തന്നെ ഗ്ലോയിങ് മാറാന്. ഇപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഇങ്ങനെ നോക്കുമ്പോൾ അവനക്ക് സന്തോഷം കിട്ടുന്ന ഒരു ഭാര്യയാണ്. എങ്ങനെ അങ്ങനെയൊക്കെ ആവാൻ വേണ്ടി പറ്റുക, നമ്മുടെ ഉള്ളും പുറവും ക്ലീൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ പുറത്ത് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, മോടി കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഗ്ലോയിനെസ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഭംഗിയുള്ള ഒരു മുഖപ്രസന്നതയുള്ള ഒരു മുഖം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നമ്മൾ പണിയെടുക്കണം. അതിനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് എന്ത്, ഈ ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു പ്രശ്നമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ നമുക്ക് പ്രെയർ, നിസ്കാരത്തിനൊക്കെ ശേഷം ഇങ്ങനെ ഇരുന്നിട്ട് ദുആ ചെയ്യാം, റബ്ബിലേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ദുആ ചെയ്യാം. ഒരുപാട് കറകള് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും എന്ത് ചെയ്യും, ഈ നമ്മുടെ ആവശ്യമില്ലാത്ത കറകളൊക്കെ എന്ത് ചെയ്യും, മായ്ച്ചുകൊണ്ടിരിക്കും. ആ ഓരോ കണ്ണുനീർ തുള്ളിയും നമ്മൾ ഒരുപാട് നമ്മുടെ ഹൃദയത്തിലുള്ള കറകളെ മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ആലോചിച്ച്, ഞാൻ ഇപ്പോഴും എൻ്റെ റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ആലോചിക്കാതെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കരയാം, തെറ്റുകൾ ആലോചിച്ചിട്ട് കരയാം. അല്ലാതെ നമ്മൾ ദുനിയാവിലുള്ള കുറെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടം കെട്ടി മറിയാതെ, അത് ശരിക്കും നമ്മൾ ഇങ്ങനെ ആ തെറ്റുകളെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് കരയുമ്പോൾ, റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ കാണാതെ ഇത്രയും നാൾ എനിക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ടുള്ള എന്നെ ഓർത്തിട്ട് കരയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഇത് തന്നെ എനിക്ക്, അത് തന്നെ എനിക്ക്, വണ്ടി തന്നെ എനിക്ക്, അത് എനിക്ക്, കുറച്ച് പൈസ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നതിലും ആ ദുആ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മൾ പോലും അറിയാതെ നടന്നു വരും. തീർച്ചയായിട്ടും നടന്നു വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഉള്ളിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുക. കാരണം അതിനാലും നമ്മൾ നേരത്തെ ഒരായത്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നമ്മൾ എത്രത്തോളം കൃതജ്ഞതയുള്ള ആളുകളാകുന്നോ, എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡിന്റെ വക്താക്കളാകുന്നോ, അത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ നന്ദിയോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ നിസ്കാരത്തിനൊക്കെ ശേഷം ഇങ്ങനെ നന്ദിയോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. മറ്റുള്ള ആളുകളോടൊക്കെ എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ വെറുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ അവരിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മുറിവുകൾ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് അവരോട് വെറുപ്പുണ്ടാവുക. ഈ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിലാണ് ആ ഒരു ഈമാൻ ഇരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഈമാൻ എത്രത്തോളം ബലമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫെയ്ത്ത് കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആവുക. ഈ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
എന്ത് നമ്മുടെ ഉള്ളില് ഏറ്റവും ഏറ്റവും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഫെയ്ത്ത് ക്യാൻ ഒരു ഒരു എന്താ പറയാ വലിയ മൗണ്ടേനെ ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെയ്ത്തിന് പറ്റും എന്നാണ് അല്ലെ. അപ്പോൾ അത്രത്തോളം ശക്തിയുണ്ട് ഒരു ഫെയ്ത്തിന്. അപ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ ഒരു ഫെയ്ത്ത് ഉള്ള ഒരു മനുഷ്യന് ഇത് എൻ്റെ റബ്ബ് എന്നെ ഹയറാക്കി തന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഫെയ്ത്ത് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ പതിയെ പിച്ചയായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഇങ്ങനെ എടുക്കുക. എന്താ ഗ്രാറ്റിറ്റ്യൂഡിലും പ്രെയറിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോവുക. അപ്പോൾ ആ ഒരു ഫെയ്ത്ത് ഒക്കെ സ്ട്രോങ് ആവും. ഈ സ്ട്രോങ് ഫെയ്ത്ത് ഉള്ള ആൾക്ക് ഒരു മൗണ്ടെയിനെ വളരെ വരെ നീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ, നമ്മുടെ ഫെയ്ത്ത് സ്ട്രോങ് ആക്കാൻ ഒരു തവക്കലുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. നമുക്കൊരു നല്ല തവക്കുലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല, ഒന്നും ഒരു പ്രയാസമായിട്ട് തോന്നൂല. ഇപ്പോ നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്, മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ത്യാഗങ്ങളിലൂടെ പോയിട്ടുള്ളത്. നമ്മളൊക്കെ എന്ത് ത്യാഗമാണ് നമ്മുടെ ജീവിതത്തിൽ സഹിക്കുന്നത്. നമ്മളൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ സഹാബികളും മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ എത്രത്തോളം ത്യാഗങ്ങളിലൂടെ പോയിട്ടും അവർ ഏറ്റവും നല്ലൊരു അബദ്ധമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലൊരു അബദ്ധമായി മാറിക്കൂടെ. ഏറ്റവും നല്ലൊരു ഇപ്പോ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അതിനൊക്കെ അവനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് അവരുടെ മക്കളെ ഒന്ന് നോക്കിയിട്ട് അവന്റെ സ്വത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് നിന്നാൽ തന്നെ അവനൊക്കെ സ്വർഗമല്ലേ, അവർക്ക് സ്വർഗമല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷെ എന്താണ്, നമ്മുടെ ഉള്ളൊന്ന് നന്നായാൽ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഉള്ളി നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സമൂഹത്തെ മൊത്തം നന്നാക്കേണ്ട ചുമതലയൊന്നും ഇല്ല അല്ലെ. നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് ബെസ്റ്റ് ആക്കാനും, നമ്മുടെ ഭർത്താവിന് ഒരു എന്താ പറയുക ജോലി കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഭർത്താവിനൊരു പുഞ്ചിരി കൊണ്ടൊരു സ്വതൊക്കെ ചെയ്യാൻ, ഇതൊക്കെ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങാൻ, ഉള്ളും പുറവും ഒന്ന് അണിഞ്ഞൊരുങ്ങാൻ, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ റബ്ബ് തന്നിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ഒന്ന് ബെസ്റ്റായിട്ട് ചെയ്താൽ തന്നെ സ്വന്തം ജന്മത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ത്രീകളുണ്ട്. ഞാനൊരു പെണ്ണായി പോയല്ലോ. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളല്ലേ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ളത്. നമ്മള് ഒന്ന് ഞാനുണ്ട് ട്ടോ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാല് ഏത് പുരുഷനാണ് എന്ത് നീ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. നമ്മൾ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ഭർത്താവിന് ഒരു സപ്പോർട്ടായിട്ട് നിന്നാല് തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അത്. നമുക്ക് പലപ്പോഴും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഫെയ്ത്ത്, അതുപോലെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവത്തിന്റെയും ഫെയ്ത്തിന്റെയും പ്രയറിന്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കുറവ് കൊണ്ടാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരുടെ ഒരു നല്ല പാർട്ട്ണറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോഴും എന്താ പറയുക, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോഴും ജീവിതത്തിൽ പല പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ ഞാൻ എന്നെ ഏറ്റവും ബെസ്റ്റ് ആക്കാനും ഈ ഓരോ പ്രയാസങ്ങളും എന്നെ ഏറ്റവും ബെറ്ററാക്കി മാറ്റുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒരു പ്രയാസം ഇല്ലാതെ പോയാൽ ഒരിക്കലും ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ പല പ്രയാസങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പോകും. ഓരോ പ്രയാസവും നമ്മളെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു പ്രയാസം നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രയാസത്തിന്റെ കൂടെ നമുക്ക് എളുപ്പമുണ്ട്. കാരണം നമ്മുടെ റബ്ബ് നീതിമാനാ, തീർച്ചയായിട്ടും നീതിമാനാ. അപ്പൊ നമുക്കൊരു പ്രയാസം തരുമ്പോ നമ്മുടെ ഉള്ളിൽ വരണം എനിക്ക് എന്റെ റബ്ബ് എന്തൊക്കെയോ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഒരു പ്രയാസം വന്നപ്പോ ഏത് നേരവും നമുക്ക് ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റൂല, 10-ൽ 10 ആക്കി നിർത്താൻ വേണ്ടി പറ്റൂല. നമ്മൾ ചിലപ്പോൾ പറ്റ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷനിൽ ആരാണ് നമ്മൾ ഉയർത്തേണ്ടത്? അതിനൊന്നും ഒരാൾക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണ്ട. ഇപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഒരു പ്രയാസത്തിൽ പെട്ടിട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡ് ഞാനിപ്പോൾ ഇത്രയും നേരമായി ഇങ്ങനെ വിഷമത്തിലിരിക്കുന്നു, കുറേ നേരമായി ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു, എന്താണ് എനിക്ക് പറ്റിയതെന്ന് പോലും മൂപ്പര് ചോദിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിലോ എന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള, എൻ്റെ ഇമോഷൻസിനെ ഒന്ന് ഫ്രീ ആക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മറ്റൊരാൾക്ക് കൊടുത്തേക്കാം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാൾക്കും എന്ത് ചെയ്യണ്ട, അതിൻ്റെ ഒരു കീ കൊടുക്കണ്ട. എന്നെ ഞാൻ ഏറ്റവും നന്നായിട്ട് എന്നെ ഞാൻ സ്നേഹിക്കും. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്തിനാ മറ്റൊരാൾക്ക് കൊടുക്കണേ? നമുക്ക് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്നേഹിച്ചൂടെ? നമുക്ക് വരുന്ന മുറിവുകള്, തെറ്റുകള് അതൊക്കെ നമുക്ക് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുത്തൂടെ? നമ്മൾ എന്തിനാ അതിനൊക്കെ മറ്റൊരാളെ ഏൽക്കണേ? മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴാണ് ഒരിക്കലും ഒരാളുടെ ഹൃദയം നോക്കിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അവര് റബ്ബോ ഇല്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ആയി മാറണം. ഇല്ലെങ്കിൽ അത്രയും ദർജയുള്ള ഔലിയാക്കന്മാരോ അവർക്കൊക്കെ ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഹീൽ ചെയ്യാനും ഒക്കെ പറ്റും. അവർക്കൊക്കെ നമ്മളെക്കാളും കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും കൂടുതൽ അവരെയൊക്കെ സ്നേഹിക്കേണ്ടത്.
കാരണം അവർക്ക് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്നേഹിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാതിരിക്കുക. കാരണം അവർക്ക് അതിന് കഴിയില്ല. എനിക്കായാലും എൻ്റെ ഭർത്താവിന് ഇപ്പോൾ ഏറ്റവും എല്ലാ സമയത്തും അവൻ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാ. നമുക്ക് എല്ലാ സമയത്തും ഈ 10ൽ 10ആയിട്ട് നിൽക്കാനൊന്നും പറ്റൂല. നമ്മൾ നമുക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പല ഇമോഷൻസിലൂടെ പോകും. അപ്പോഴൊക്കെ നമ്മളായാലും നമ്മുടെ പ്രിയപ്പെട്ടവരായാലും എന്ത് ചെയ്യാം, അവര് സ്വയം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ട് അവര് ബെറ്റർ ആയിട്ട് പോവുക. അല്ലാതെ നമ്മൾ ഒരാൾക്കും അതിന്റെ ഒന്നും റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെ വാല്യുബിൾ ആയിട്ട് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ സെഷൻസിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് അവയർനെസ് ഉണ്ടാവും. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഒരു ബുക്ക്, ഒരു 1-2 ബുക്ക് മേടിക്കാം, 2 ബുക്ക് മേടിക്കാം. അതിൽ ഒരു ബുക്കിൽ ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരുപാട് വാല്യുബിൾ ആയിട്ട്, അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് എന്താ പറയുക വിസ്ഡംസ് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ കേട്ട് പോകുന്നതിന് പകരമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സിറ്റുവേഷനിലൂടെ നമ്മൾ പോകും. പല സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നമുക്ക് അതൊരു ഒരു ഒരു വള്ളിയായിട്ട് അല്ലെങ്കിൽ ഒരു കയറായിട്ട് നമുക്ക് പിടിച്ചെഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു വിസ്ഡംസ് ആയിരിക്കും ചിലപ്പോൾ ഓരോ തവണ ചിലപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളിതൊക്കെ നമ്മളെല്ലാവരും സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ ആയിരിക്കും. അത് മാത്രമല്ല നമ്മൾ പലരും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ചുറ്റുമുള്ള എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് എന്താ പറയാ, മറ്റുള്ളവരാൽ നമ്മൾ അത്രയും സെൽഫ് ലവ് താഴ്ന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരായിരിക്കും അവരിങ്ങനെ പോന്ന് പറയുമ്പോൾ പോകുന്ന ഒരു പാവയായിരിക്കും നമ്മൾ. അവരിങ്ങോട്ട് വാ ഒന്ന് കരയെന്ന് പറയുമ്പോൾ കരയും. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പാവക്കുട്ടിയായിരിക്കും നമ്മൾ. അത് ആരുടെയും കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. കുഴപ്പവുമല്ല, നമുക്ക് നമ്മൾ ബെസ്റ്റാക്കി അതെന്റെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മാത്രം തീരുമാനിക്കുക. അല്ലാതെ നമ്മുടെ എന്തോ ഒരു കുഴപ്പമായിട്ടൊന്നും തീരുമാനിച്ച് വീണ്ടും അതൊരു ഗിൽട്ടായിട്ടൊന്നും എടുക്കണ്ട. അത് ഒരു ഇതൊക്കെ മനസ്സിലായല്ലോ നമുക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വയത്തിൽ വർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റാക്കിയിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ആരുടെയും ഒരു പ്രശ്നമാക്കിയിട്ടൊന്നും എടുക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ഫിയറും കമ്പാരിസണും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ചെറുപ്പത്തിലെ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ആ ഒരു ടെൻഡൻസി കൂടുതലുണ്ടാവും, മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഗിൽറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളൊക്കെ പോയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കാം. പിന്നെ ഇതിനൊക്കെ കാരണം എൻ്റെ മാതാപിതാക്കളാണ്, ഇല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള സൊസൈറ്റി ആണെന്ന് വിചാരിക്കാതിരിക്കുക. കാരണം അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇവരും എന്താണ്, നമ്മുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു വിക്ടിം മാത്രമാണ്. അപ്പൊ അവർക്ക് അറിയില്ല എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അവരെ ഏറ്റവും സ്നേഹത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു പേരന്റിങ് കാര്യങ്ങളാണ്. അതിൽ വന്നിട്ടുള്ള കുറച്ച് വീഴ്ചകളും കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്, നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് ഇങ്ങനെ കണ്ടും എടുത്തും കേട്ടും, പിന്നെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പലതും കാണുന്നതും ഒക്കെ അവർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും ഇപ്പൊ വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് ഫോണൊക്കെ യൂസ് ചെയ്യും കുട്ടികൾ, സ്ക്രീനൊക്കെ യൂസ് ചെയ്യും. സ്ക്രീൻ ടൈം ഒക്കെ നോക്കണം നമ്മൾ. കാരണം എന്താണ്, ഇതൊക്കെ അവർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. എന്തൊക്കെ അവർ കാണുന്നുണ്ട്, എന്തൊക്കെ അവർ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ അവരുടെ സ്വഭാവമായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ നോക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ തലമുറയെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് സമയമൊക്കെ നമുക്ക് കൊടുക്കാം. വെക്കേഷൻ ടൈമിലും നമ്മൾ നമുക്ക് സമയം കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ മുറിവുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ മെത്തേഡ്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളതും എന്നാൽ വൂണ്ട് പോയിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഫോർഗീവ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫോർഗീവ്നെസ്സിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ഉള്ളിലുള്ള പല മുറിവുകളാണ്. അത് മുറിവ് പോയിട്ട് തന്നെ ടച്ച് ചെയ്തിട്ട് അതിങ്ങനെ ഹീൽ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മുറിവിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് മരുന്നൊക്കെ പറ്റുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ലേ, അതുപോലെ നമ്മൾ ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു മുറിവിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഉണക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇൻഷാ അല്ലാ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം
ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇൻഷാല്ല നെക്സ്റ്റ് സാറ്റർഡേയും സെഷൻ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളിലേക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇൻഷാല്ല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ റബ്ബ് സ്വീകരിക്കുന്ന നല്ല സ്വാലിഹായ അമലാക്കിയിട്ട് മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ അപ്ലൈ ചെയ്യാനും നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനും റബ്ബിന്റെ നല്ലൊരു അടിമയാക്കിയിട്ടും നമ്മൾ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഔലിയാക്കളോടും ഒക്കെ ഒരു സ്നേഹവും മഹബത്തൊക്കെ നമ്മുടെ ഉള്ളിലേറ്റി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും സമയത്തിലും ഒക്കെ റബ്ബ് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ എല്ലാവരും പരസ്പരം എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ഞങ്ങളുണ്ടല്ലേ, ഞങ്ങളുടെ മൈൻഡപ്പ് ഉണ്ടല്ലേ, അതിന് മാറ്റാൻ വേണ്ടി ഈ രീതിയിൽ നമ്മൾ അതിന് മാറ്റാൻ ഒന്ന് വിവരിച്ച് തരാമോ? മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് മാത്രം. പക്ഷെ എന്ത് ചെയ്യുക, അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ എൻ്റെ റബ്ബ് എനിക്ക് കണ്ണിങ്ങനെ തന്നല്ലോ, അല്ലെങ്കിൽ ഓരോ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ അനുഗ്രഹമാണ്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ വീട്, നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടൊന്ന് ഇരിക്കുക. ആ അനുഗ്രഹങ്ങൾ പിന്നെ നമുക്ക് ഒരുപാട് സമയം തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു 20, 29 അങ്ങനെയൊക്കെ വയസ്സായിട്ടുണ്ട്. ഈ ഓരോ വയസ്സിലും നമുക്ക് ഇത്രയും ആരോഗ്യം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ടൈം നമ്മൾ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ പാഴാക്കിയതിനൊക്കെ എന്ത് ചെയ്യുക, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുക. നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള പക കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. ദുആനെ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫെയ്ത്ത് കാര്യങ്ങൾ വരും. പിന്നെ ഫോർഗീവ്നെസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫെയ്ത്ത് എന്ന് പറയുന്നതും തവക്കുലും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രയർ എന്താ പറയാ, ഒരു മിസൈലാണ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ രൂപത്തിൽ പ്രയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ഫോർഗീവ്നെസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും മുറിവിനെ പോയിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നതും ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അസ്സലാമു അലൈക്കും. സാലിഹ മാം പറഞ്ഞതിൽ ലാസ്റ്റ് ആഖിറം ചോദിച്ചതിന് ശേഷം ദുനിയാവ് ചോദിക്കുക, നരകത്തോട്ട് കാവൽ ചോദിക്കുക, സ്വർഗം ചോദിക്കുക, അതിനുശേഷം നമ്മൾ ദുനിയാവിലെ ആഗ്രഹങ്ങൾ ചോദിക്കുക എന്നും കൂടി കൂട്ടിച്ചേർക്കും. ഓക്കെ, ഇൻഷാ അല്ലാ അതുകൂടി ചേർക്കാം. കാരണം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഇങ്ങനെ ദുനിയാവും ആഖിറവും ചോദിക്കുന്നതിനെ കുറിച്ച് പറയാതിരുന്നത്. കാരണം നമ്മൾ ചോദിക്കാതെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ദുനിയാവിലെ കാര്യങ്ങൾ നടക്കും. നമുക്ക് ദുനിയാവിലെ കാര്യങ്ങൾ ഈ ഒരു രൂപത്തിൽ റബ്ബിന്റെ നല്ലൊരു അടിമയായിട്ട് നമ്മൾ ഇരുന്നു. റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നമ്മൾ കണ്ണീര് ഒഴുക്കി, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലുള്ള ആഗ്രഹങ്ങളും നടക്കും, ദുനിയാവിലെ കാര്യങ്ങളും നടക്കും, തീർച്ചയായിട്ടും ആഖിറത്തിലെ കാര്യവും നടക്കും. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കണം എന്നില്ല. കാരണം നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ റബ്ബിനെ നമ്മൾ അറിഞ്ഞൂടെ, നമ്മുടെ ഹൃദയം നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റില്ലേ, എന്റെ ആഗ്രഹങ്ങൾ എന്റെ റബ്ബിനെ നന്നായിട്ട് അറിയില്ലേ, പിന്നെ നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെക്കാളും കൂടുതൽ നമ്മളെ അറിയാം നമ്മുടെ റബ്ബിന്, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയാം, നമ്മുടെ ആവശ്യങ്ങൾ അറിയാം, അല്ലേ? എനിക്ക് ഏറ്റവും ഹയർ ആയത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ കാര്യമായിരിക്കും. എനിക്കിപ്പോ ഏറ്റവും ഹയർ ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഒരു ജോലി ഒരാൾക്ക് വേണമെന്ന് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, അതെനിക്ക് കിട്ടണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ജോലിയാണോ ഹയർ എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് എന്റെ റബ്ബിനാണ്. അപ്പൊ നമുക്ക് ഹയറായ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ചെയ്യണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ എന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതൊക്കെ നടക്കും എന്നുള്ളതാണ്. കാരണം നമുക്കൊരു പേടിയില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ പേടി, അതുപോലെ ഈ സംശയം കാര്യങ്ങൾ കൊണ്ടാണ്. ഈ പേടിയും സംശയവും ഒക്കെ കൊണ്ടാണ് നമുക്ക് പലതും നേടാൻ പറ്റാത്തതും എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റാത്തതൊക്കെ. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ദുനിയാവും ആഖിറവും നമുക്ക് ചോദിക്കാം ഇൻഷാ അല്ലാ. ഞാൻ പിന്നെ ടച്ച് ചെയ്തത് ഈ ഒരു വൂണ്ടിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഒരു പ്രെയർ എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഹീലിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണ് പ്രെയർ. അപ്പോൾ അതെന്തായാലും ചെയ്യാം. അതുപോലെ പ്രെയർ മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫോർഗിവ്നെസ്സും. അതുപോലെ എന്താ, നമ്മൾ മുറിവിനെ പോയിട്ട് ക്ലീൻ ചെയ്യാനാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം ചില മുറിവുകൾ നമ്മൾ മുറിവിൽ ടച്ച് ചെയ്ത് തന്നെ ഹീൽ ചെയ്യേണ്ടി വരും.
എല്ലാ മുറിവുകളും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും പ്രയർ കൊണ്ടും മാത്രം ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ചില മുറിവുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ മുറിവിനെ ടച്ച് ചെയ്ത് തന്നെ ഹീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ആ ഒരു ഫിയറും അല്ല ആ ഒരു പെയിനും അതൊരു ഒരു രസമുള്ള ഒരു പെയിനായിട്ട് എടുത്താൽ മതി. കാരണം നമ്മുടെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹൃദയത്തിൽ ഉള്ള മറകൾ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഒരു ഫോർഗിവ്നെസ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതൊരു സുഖമായിട്ട് എടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അതും മറികടക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഹൃദയമൊക്കെ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മള് ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ നമുക്ക് റബ്ബ് മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്ത് ചെയ്യാ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, എന്നാ ഇനി ആർക്കും ഒന്നും ഷെയർ ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും പരസ്പരം ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته إن شاء الله. വലൈക്കും عليكم അസ്സലാം. السلام ورحمة الله وبركاته.